പോന്നെ എങ്ങോട്ടാ പോവണ്ടി? ഹലോ എവ്രി വൺ, ഇന്നത്തെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ടയേർഡാണ് ഈ വ്ലോഗ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ഒരു യാത്രയിലാണ്. നമ്മളിതാ എൻ്റെ ഫോളോ അപ്പ്. ഇപ്പം എത്ര പേർക്ക് ഇവിടെ എൻ്റെ അസുഖത്തെക്കുറിച്ച് അറിയാമോയെന്ന് എനിക്കറിയില്ല. കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അബുദാബി NMCയിലോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗാണ് ഇന്നത്തെ വിശേഷമല്ല, ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ്. ഇന്നത്തെ ഹോസ്പിറ്റൽ ഡേയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, ഹോസ്പിറ്റലല്ലാതെ എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളിടുന്നൊരു വ്ലോഗാണിന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം. ഒരു കാര്യം പറയാൻ മറന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ നോമ്പ് ടൈമിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം എടുക്കുമായിരിക്കും അല്ലേ എത്താനായിട്ട്? അൽഗുബൈബന്ന് വീണ്ടും ബസ്സിൽ 2 hours അല്ലേ? എവിടെന്നാ ഫുഡ് കഴിക്കുക? എവിടുന്നാ ഫുഡ് കഴിക്കുക? എൻ്റെ പല്ലിന് ഭയങ്കര പെയിനായിരുന്നു ഇന്നലെ. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പെയിനാണ്. നീരും വന്നിട്ടുണ്ട് ലൈറ്റായിട്ട്. ഇവിടെ കാണിക്കാൻ വയ്യാന്നിട്ടാ. ഇവിടെ ഫുള്ളിങ്ങനെ ഒരു വൈറ്റ് ലൈൻ പോലെയൊക്കെ രണ്ടിടത്തും വന്നിട്ടുണ്ട്. അവിടെ എനിക്കൊരു പുതിയ പല്ല് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പെയിനാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഒട്ടും വേദന സഹിക്കാൻ പറ്റുന്നില്ലേ? എത്തിയിട്ടുണ്ട് ബസ് സ്റ്റേഷൻ. എങ്ങോട്ടാ പോവണ്ടി? ഫുഡ് കഴിക്കാൻ. ഏത് സ്ഥലത്തോട്ടാ കഴിക്കാൻ കയറുന്നത്? ഇപ്പോൾ നോമ്പ് ടൈമാണല്ലോ. റെസ്റ്റോറൻ്റൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അല്ലേ? അങ്ങനെ അൽഗുബൈബ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നോമ്പൊക്കെ കാരണം റെസ്റ്റോറൻറ്റുകൾ അകത്തൊക്കെ ഇരുന്ന്, ചില റെസ്റ്റോറൻറ്റിലൊക്കെ അകത്തിരുന്ന് കഴിക്കാൻ പറ്റും. പബ്ലിക്കിൽ ഒന്നും അലൗഡ് അല്ലല്ലോ. 6 മണി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിന് മുന്നേ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ് നോക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബസ്സിലാണല്ലോ. ഇവിടുന്ന് അൽഗുബൈബന്ന് നമ്മുടെ ബസ്സിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണ് നമ്മൾ ഹോസ്പിറ്റൽ അബുദാബിക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ മെഷീനിലോട്ട് വന്നിട്ട് റീചാർജ് ചെയ്യണം. നമ്മുടെ കയ്യിൽ 100ൻ്റെ നോട്ടേ ഉള്ളൂ. എടുക്കുമെന്ന് അറിയില്ല, നോക്കാം. ഇതാണ് കേട്ടോ റീചാർജ് മെഷീൻ ഇവിടുത്തെ. ബാഗ് എടുക്കാൻ മടിച്ചിട്ട് ചെറിയ ഗിഫ്റ്റിൻ്റെ കവറിലാണ് ഹോസ്പിറ്റലിൻ്റെ ഫയലൊക്കെ വെച്ചേക്കുന്നത്. അതാണ് അബിയുടെ കയ്യിലിരിക്കുന്നത്.
എടുത്തു വാവ്, രക്ഷപ്പെട്ടു കേട്ടോ ഗൈസ്. ഇന്നലെ രാത്രി പോയിട്ട് നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കിയപ്പം ഈ 100-ൻ്റെ നമുക്ക് മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഭാഗ്യവശാൽ അത് റെഡി ആയിട്ടുണ്ട്. 2 പേർക്കും സക്സസ്ഫുള്ളി റീചാർജ്ഡ് ഫോർ 200 dirhams. ഇവിടെ 30 dirhams ആയിരിക്കും അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട്? റീചാർജ് സക്സസ്ഫുൾ. അങ്ങനെ റീചാർജൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്താണ്, നമുക്കിനി നമ്മുടെ വയറിൽ നിന്നിങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലം നോക്കാം. തുറന്നിട്ടുള്ളതായി തോന്നുന്നില്ല. എന്തു ചെയ്യും, വിശക്കുന്നു, മെഡിസിൻ എടുക്കാനുണ്ട്. ഫുഡ് കഴിക്കാതെ മെഡിസിൻ എടുക്കാൻ പറ്റില്ല. എന്താല്ലേ, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ദൈവം നമുക്ക് തുറന്നിട്ടിട്ടുണ്ടാവും. അസുഖത്തിൻ്റെ ഇടയിൽ ഒന്നും മാറി ഇതേ വീണ്ടും പല്ല് വേദനയൊക്കെ വന്നിട്ടുണ്ട്. ഈ പല്ല് വേദന തണുപ്പ് സമയങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൂടി വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങേ അറ്റത്തെ പല്ല് പുതിയതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെയിനാണ്. ഇനി ഫുഡ് ഞാൻ എങ്ങനെ കഴിക്കും എന്നറിയില്ല, നോക്കാം. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പവും മുട്ട റോസ്റ്റും, അതെ അബിയും അത് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയോ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പിച്ചി ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ പല്ലുവേദന കാരണം എനിക്ക് നന്നായിട്ട് അത് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നില്ല. വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അബുദാബി ബസ്സിൽ നമ്മളിതാ കയറിയിട്ടുണ്ട് അൽഗുബായ്ന്ന്. അങ്ങനെ ഇതാ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അബി ഇതാ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണെന്ന് തോന്നുന്നു. വീട്ടിന് ഇതൊക്കെ ഉറങ്ങാനുള്ള റെഡി ആവുകയാണ്. അങ്ങനെ ഇതേ ആളുറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വഴിയിലുള്ള കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടുവരാം കേട്ടോ. ഞാൻ ഇവിടുത്തെ ഏത് ബസ്സിൽ കയറിയാലും ഞാൻ ഫ്രണ്ട് സീറ്റ് പിടിക്കാനേ നോക്കുകയുള്ളൂ. കാരണം ഈ ഒരു സൈഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു കംഫർട്ടായിട്ട് നമുക്കിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്, ഒരു സൈഡാണിത്. പിന്നെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് എല്ലാ വിഷ്വൽസും കണ്ടുപോകാൻ പറ്റും. അപ്പം നമ്മൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്.
ഇടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫാമിലിക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇതെടുക്കാൻ പറ്റുന്നില്ല. അയ്യോ ഇതെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അബുദാബി നഗരം നമ്മൾ എത്തിയിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് നമ്മളിനി ഇതിൻ്റെ ഒരു വലിയൊരു ലോബി ഏരിയ ഉണ്ട്. അപ്പോൾ അത് മറികടന്നിട്ട് നമ്മൾ അത് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളിനി ടാക്സി സ്റ്റാൻഡിലോട്ട് പോകാനായിട്ട്. നല്ല അടിപൊളി വലിയ മോളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട്. ഇവിടെയാണ് ടാക്സികൾ നമ്മൾ എടുക്കാൻ വരുന്ന സ്ഥലം. ഈ പല്ലുവേദനയും വയ്യാകയൊക്കെ കാരണം ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. എന്തൊരു കോലമാണിത്. അങ്ങനെ അവിടെ നിന്ന് ടാക്സി കയറിയിട്ട് നമ്മളിതാ അബുദാബി NMC മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഏകദേശം 3 മാസത്തിൽ ഒരിക്കലാണ് എനിക്ക് ചെക്കപ്പ്, നമ്മുടെ മെയിൻ ടെസ്റ്റ് ഉള്ളത്. ആ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓൺകോളജിയുടെ ഇതുള്ള ബിൽഡിങ് കണ്ടുപിടിക്കാൻ എന്നും ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരിക്കും. അത് വേറൊരു കാര്യം. ഇവിടെ It's a very big hospital. This is the entrance. Oh la la la, la la la. നമ്മുടെ ഓൺകോളജി സെക്ഷൻ 4ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറുകയാണ്. 4th ഫ്ലോറിലാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. ഇതായിപ്പോൾ നമ്മൾ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടു, ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് ഒരു 2 വീക്സിൻ്റെ ടൈം എടുക്കും. അസുഖത്തിൻ്റേതായ കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ അബുദാബിയിൽ ഈ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന അൽ റാസോയി റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ വീണ്ടും പോയി. അത് കഴിഞ്ഞ് ദുബായിലോട്ട് മടങ്ങി. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.